അപ്പോൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ കോറായിട്ടുള്ള ആ കിച്ചണിനെയും ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയും ലിവിങ്ങിനെയും കൂടെ ഒരുമിച്ച് കമ്പൈൻഡ് ആക്കി നമ്മൾ കൊണ്ടുവന്ന് കാരണം എപ്പോഴും ഈ ഒരു പോർഷൻ ആയിരിക്കും വീട്ടിൽ ലൈവായിട്ട് അതായത് ആക്റ്റീവായിട്ട് ഉണ്ടാകുക. ഈ വീട് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. അതെ, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വീടാണിത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയും ക്വാളിറ്റി ഈ സംഭവങ്ങളെല്ലാം നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പോയിന്റ് ആണ്. ആ ഒരു വർക്കിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ പല ആൾക്കാരും വെളിയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു എന്തിനാണ് ഇത്രയും നല്ല വീട് വെച്ചിട്ട് തുരുമ്പുള്ള ഗേറ്റ്. നമസ്കാരം, ഞാൻ വിഷ്ണു. ഞാൻ വീട് വിഷ്ണുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു സുന്ദരമായ സ്വപ്ന മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. 3600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു ആർക്കിടെക്ചറൽ വിസ്മയമായ ഒരു സ്വപ്ന ഭവനം. ഇപ്പൊ ഇത് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലത്ത് മനോഹരമായി നിർമ്മിച്ച ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട് ഷാനാണ്. അദ്ദേഹം TKM എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രൊഡക്റ്റ് ആണ്. കൊല്ലത്താണ് നമ്മൾ നിൽക്കുന്നത്, ഓൾറെഡി പറഞ്ഞു. അദ്ദേഹത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഷാൻ. ഹലോ, താങ്ക് യു. എന്തുകൊണ്ട്, സുഖമാണോ? സുഖം. വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ. വളരെ വ്യത്യസ്തമായ ഡിസൈൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു വ്യത്യസ്തമായ ഡിസൈൻ. ഇതിന്റെ അകത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോരോ കോൺസെപ്റ്റുകൾ. കൊല്ലം ടൗണിന്റെ നടുക്കാണ്. 14 സെന്റ് സ്ഥലത്തിനകത്താണ് ഈ വീട് നിൽക്കുന്നത്. 3600 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനൊരു സംഭവം കയ്യിലേക്ക് കിട്ടിയപ്പോൾ, അതായത് ഈ പറയുന്ന 14 സെന്റ് സ്ഥലത്ത് ടൗൺഷിപ്പിന് 4 സൈഡിലും റോഡുകൾ, അതുപോലെ തന്നെ വളരെ കൺജസ്റ്റഡ് ആയ ഒരു സ്പേസിൽ എങ്ങനെ ഒരു വീടിന്റെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തു? ഇങ്ങനൊരു സംഭവം എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ സൈറ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എപ്പോഴും ഡിസൈനിലേക്ക് പോകുമ്പം ഒരു സൈറ്റ് മാത്രമല്ല നമ്മൾ ആ ഒരു ഡിസൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്, മറിച്ച് ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഡിസൈനിലേക്ക് നമ്മൾ എടുക്കുക. ബിക്കോസ് ഒരു നെയ്ബർഹുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കേണ്ടതായിട്ട് വരും. സോ നമുക്ക് ഈ നെയ്ബർഹുഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഹൈലി കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു പ്ലോട്ടാണ്. മീൻസ് NH 66 വളരെ അടുത്താണ്. ഒരു 50 മീറ്റർ കഴിഞ്ഞാൽ NH 66 ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും നോർത്ത് സൈഡിലും അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിലും റോഡാണ്. അപ്പോൾ ഹൈലി ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള നെയ്ബർഹുഡ് കൂടിയാണ്. ഒരു ഹോംലി ഫീൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു പ്രൈവസി കിട്ടുന്ന ഒരു പ്ലോട്ടല്ല ആക്ച്വലി നമുക്കിവിടെ ഉള്ളത്. ഇതിൻ്റെ നെയ്ബർഹുഡ് ആ രീതിയിലാണ്, കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാൻഡുകളാണ്. സോ അപ്പോൾ നമ്മൾ ഡിസൈനിലേക്ക് അപ്രോച്ച് ചെയ്തപ്പം അതിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റും വൺ ഓഫ് ദി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റിന് നല്ല രീതിക്കുള്ള പ്രൈവസി വേണം, ക്ലയൻറ്റിന് നല്ല രീതിക്കുള്ള വെന്റിലേഷൻ വേണം, ക്ലയൻറ്റിന് അതിനോടൊപ്പം തന്നെ ഈ സറൗണ്ടിങ്സിലായിട്ടുള്ള നോയ്സും പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ക്ലയൻറ്റിന് അതൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണം. അപ്പൊ ഈ 3 കണ്ടീഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത്. ഇത്രയും തിരക്കിനിടയ്ക്ക് അവർക്കൊരു വളരെ പ്രൈവസി ക്രിയേറ്റ് ചെയ്ത് നേച്ചറിനോട് അപ്രോച്ചബിൾ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്നോട് പറഞ്ഞല്ലോ ഈ വീടിന്റെ ഡിസൈൻ ആർക്കിടെക്ചറിൽ എന്തോ ഒരു ടൈപ്പ് ഡിസൈൻ ആണെന്ന്. നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന, നിങ്ങളുടെ ഫേം ഫോളോ ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണ് അത്? ബയോഫിലിക് ആർക്കിടെക്ചർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ആർക്കിടെക്ചർ. അതെ, അത് ആക്ച്വലി നമ്മൾ ഒരു കൺസെപ്റ്റ് എന്നുള്ള ഉപരി ഒരു വീട് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ജീവിക്കുന്ന നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പം മനുഷ്യൻ എപ്പോഴും എത്രത്തോളം കംഫർട്ട് ആവണമെങ്കിൽ നേച്ചറുമായിട്ട് ബീങ് ആയാലേ മനുഷ്യൻ എത്രത്തോളം കംഫർട്ട് ഡെലിവറി ചെയ്യും. കാരണം നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണ്. സോ അപ്പം നേച്ചറുമായിട്ട് എത്രത്തോളം നമ്മൾ ഇഴുകിച്ചേരുന്നോ അത്രത്തോളം നമ്മൾ നമ്മുടെ ഹെൽത്തി ആവട്ടെ, മെൻ്റൽ ഹെൽത്ത് ആവട്ടെ, ഇതൊക്കെ നമുക്ക് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ എൻ്റെ ഫേം സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഫേമിൻ്റെ ഒരു ഐഡിയോളജി ആയിട്ട് തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഡിസൈൻസ് വന്നാലും ഈ ബയോഫിലിക്കൽ ആർക്കിടെക്ചറിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതെ, ഇനി അത് ഓരോ ഘട്ടത്തിലും ഓരോ എലമെന്റ്സിലും അത് എങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ത്രൂ ഔട്ട് നോക്കാം. അതെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ചെയ്തിരിക്കുന്നത് കോബിൾ സ്റ്റോൺ ചെയ്തിരിക്കുന്നു, നോർമൽ ഗ്രാസിങ് കൊടുത്തിട്ടുണ്ട്, ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു കാർ ഷെഡ് സ്ട്രക്ചറൽ ചെയ്തിരിക്കുന്നു. അതെ, ആക്ച്വലി ഇത് ഈ ഒരു ഡിസൈനിൻ്റെ എലമെൻറ്റ് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹൈവേ എന്ന് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഒരു സൈഡിൽ നിന്നും വീടിന് വ്യൂ ഇല്ല. കാരണം ഹൈലി പാക്ഡ് ആയിട്ടുള്ള പ്ലോട്ടുകളാണ്. അപ്പോൾ വീടിൻ്റെ വ്യൂ വരുന്നത് നമുക്ക് വരുന്നത് സൗത്ത് ഡയറക്ഷനിൽ നിന്നാണ്. അപ്പോൾ സൗത്ത് ഡയറക്ഷനിൽ നിന്ന് വരുമ്പോൾ തന്നെ വീടിൻ്റെ എലിവേഷനിൽ നമുക്കൊരു എലമെൻറ്റ് കൊണ്ടുവരണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്ലോപ്പിംഗ് റൂഫ് പ്രൊവൈഡ് ചെയ്തത്. അപ്പം ഈവൻ ബിൽഡിങ്ങിനകത്ത് ഈ ഒരു മോണോ റൂഫിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു കാർ പോർച്ചും കൂടെ പ്രൊവൈഡ് ചെയ്തു. കാർ പോർച്ച് എന്ന് പറയുന്നത് ഫുള്ളി സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്, ഐ സെക്ഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, എന്നിട്ട് ബോക്സിന്റെ സീലിംഗും കൊടുത്തു. മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു സാധനം, ഷാൻ കാണിച്ചൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഇതിന്റെ ഓണർ ഇക്കയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു
ഈ പല ആൾക്കാരും വെളിയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു എന്തിനാണ് ഇത്രയും നല്ല വീട് വെച്ചിട്ട് തുരുമ്പുള്ള ഗേറ്റ് ഈ തുരുമ്പുള്ള ഗേറ്റ് എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. സ്റ്റീൽ ആണെന്നും അതായത് വെതറിംഗ് സ്റ്റീൽ, അതായത് വർഷത്തില് പല സീസണിൽ കളർ ചേഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റൽ ആണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ആ സാധനമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പലർക്കും അറിയില്ല. അപ്പൊ ആ ഒരു സംഭവം ഇവിടെ കൊണ്ടുവരാൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഷാൻ കാണിച്ച ധൈര്യം വളരെ എന്താ പറയാ, ഹാറ്റ്സ് ഓഫ് ദാറ്റ്. കാരണം ആരും അത് ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തതും വളരെ വലിയൊരു പോയിന്റ് ആണ്. അത് വളരെ ഇവിടുത്തെ വളരെ അറിയപ്പെടുന്ന രാജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് ചെയ്തത്. വളരെ മനോഹരമായ ഡിസൈൻ ആണത്. അപ്പം ഇനി നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഇതിന്റെ എലിവേഷന്റെ പോർഷനിൽ ഇവിടെ ഒരു വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട്, അതിനോട് ചേർന്നിട്ട് ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ഈ സിറ്റ് ഔട്ടിന്റെ പോർഷൻ ഒന്ന് കൺജസ്റ്റഡ് ആയി പോകാനുണ്ടായ കാരണം? ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ സിറ്റ് ഔട്ട് യൂഷ്വലി നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒന്ന് ആൾക്കാരെ വെൽക്കം ചെയ്യുക. അതൊരു വെൽക്കം ചെയ്ത് ആൾക്കാർ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അധികം നമ്മൾ സിറ്റ് ഔട്ടിൽ വെൽക്കം ചെയ്തിരിക്കുക. രണ്ട്, നമ്മുടെ നോർമലി ടിപ്പിക്കലുള്ള വീടുകളിലൊക്കെ ആൾക്കാർ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്ഡോർ സ്പേസിൽ ഇരിക്കുക, ഒരു കുറച്ച് നേച്ചറായിട്ടുള്ള ഓപ്പൺ ഏരിയയിൽ ഇരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇവർക്ക് പ്രൈവസി വേണം, മാത്രമല്ല നെയ്ബർഹുഡ് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഒരു ആവശ്യകത കുറവാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എൻറ്റയർലി നമ്മൾ വീടിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവർക്കൊരു ഔട്ട്ഡോറിലിരിക്കുന്ന ഫീല് നല്ല രീതിക്ക് തന്നെ അവർക്ക് ഇൻഡോറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രാധാന്യത കുറവാണ്. പിന്നെ ഈ എലിവേഷൻ നമ്മൾ കയറി വരുന്ന സമയത്ത് സാധാരണ എല്ലാവരും ഒരു ഓപ്പൺ ഗ്ലാസ് കൊടുക്കുന്നതിന് പകരം ഓപ്പൺ സ്പേസ് കൊടുക്കുന്നതിന് വേണ്ടി ഇത് വുഡിൽ കട്ട് ചെയ്ത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു എലമെന്റ് കൊണ്ടുവന്നിരിക്കുന്നു. എന്തായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ടായ ഒരു കാരണം? ആക്ച്വലി ഇവിടെ നമ്മൾ നേരെ കിടക്കുന്നത് ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്നാൽ നമുക്കൊരു വെന്റിലേഷൻ ആയാലും അല്ലെങ്കിൽ ലൈറ്റ് ആയാലും വെന്റിലേഷൻ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനും പറ്റത്തില്ല. സോ നമുക്ക് ഈ വുഡൻ ലൂവേഴ്സിലൂടെ നമ്മൾ വെർട്ടിക്കൽ മെമ്പേഴ്സിലൂടെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തേക്ക് തന്നെയാണ്. അപ്പോൾ ഈ തേക്കിനകത്തൂടെ ഒരു രീതിയിലുള്ള ഒരു ഹാഫ് പോർഷൻ നമുക്ക് ഒരു മറ കിട്ടുകയാണ്. മീൻസ് അകത്തിരിക്കുന്ന ആളെ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് പ്രൈവസി ആയാലും അവർക്ക് ആ ഒരു കംഫർട്ട് ആയാലും അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. യൂഷ്വലി നമ്മളിപ്പോൾ ഒരു വലിയ വിൻഡോ കൊടുത്താൽ അത് തുറന്നിട്ടാൽ അത് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആവുന്നു, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ നമുക്ക് ആ ലിവിങ്ങിൽ നല്ല രീതിക്ക് നമുക്ക് ആ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല മൊത്തത്തിൽ ഒരു ഡിസൈൻ എലമെന്റ് കൂടി ആവുന്നുണ്ട്. അതായത് സത്യമാണ്, ലീനിയർ എലമെന്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡോറാണ്. ഡോറ് സാധാരണ ഡോറ് പോലെ അല്ല, ഇത് വലിയ ഡോറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വീടുകൾക്കൊന്നും ഡോർ ഫ്രെയിംസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്. ആ സാധനം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അകത്ത് കേട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വീടിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. അകത്ത് ഇതാണ് നമ്മളുടെ വീടിന്റെ അകത്തളം എന്ന് പറയുന്നത് അല്ലേ? വളരെ മനോഹരമായിട്ടുണ്ട്, വളരെ രസകരമായിട്ടുണ്ട്. ഇതിന്റെ ഓരോരോ എലമെന്റ്സ്, അതായത് ഈ ബയോഫിലിക്കൽ ആർക്കിടെക്ചർ, നേച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുക, എന്നാൽ നേച്ചർ ഗ്രീനറി ഒരുപാട് കൊണ്ടുവരാതിരിക്കുക. സാധാരണ വീടുകളിൽ ചെടികൾ ഒരുപാട് കുത്തി നിറയ്ക്കാതെ നോർമലി നിർത്തിക്കൊണ്ട് അതിന്റെ ഒരു എസൻസിനെ കൊണ്ടുവരിക. അതാണല്ലോ ഷാൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ബയോഫിലിക്കൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ആ തീം. അതെ. ആക്ച്വലി ഇവിടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്, ക്ലയൻറ്റിന് ഒരു മോഡേൺ ഒരു പ്രീമിയം ഫിനിഷിലുള്ള ഒരു ഇൻറ്റീരിയറാണ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു അവർക്ക് കാമായിട്ടുള്ള ഒരു നേച്ചർ സ്പേസ് വേണം താനും. അപ്പം ബയോഫിലിക്കിന് ആക്ച്വലി 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് യൂഷ്വലി എല്ലാവരും ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ് ഈ പറഞ്ഞതുപോലെ നല്ല രീതിക്കുള്ള ലഷ് ഗ്രീനറി ഇൻറ്റീരിയറിൽ കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷെ ബാക്കിയുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൾക്കാർ അധികം ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വിട്ടുപോകാൻ. അതിലുള്ള ആ പ്രിൻസിപ്പിൾസ് ആണ് ആക്ച്വലി നമ്മളിവിടെ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാരണം ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യാൻ വേണം, എന്നാൽ നമുക്ക് ആ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊണ്ടുവരണമെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ് കൊണ്ടുവരികയും വേണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡിസൈൻ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ലിവിംഗ് സ്പേസ്, ഇത് ലിവിംഗ് റൂം, ഇത് ഡൈനിങ് സ്പേസ്, പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഒരു കോർട്ടിയാണ്, സെമി കോർട്ടിയാണ്. ഇവിടെ ഈ 3 പോർഷനും പിന്നെ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് കിച്ചൺ ഉണ്ട്. പക്ഷെ കിച്ചൺ ഒരു കോർണറിൽ മാറിയാണ് പോയിരിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് അല്ല വന്നത്. ഈ 3 കോൺസെപ്റ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു താങ്കളുടെ ഈ ഒരു സമയത്തെ ഡിസൈനിങ്ങിലുള്ള ആ ഒരു ചലഞ്ച് എന്തായിരുന്നു? ആക്ച്വലി നമുക്ക് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മൾ 3 സോണായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് അതൊരു നോൺ പ്രൈവസി സ്പേസ്, സെമി പ്രൈവസി, പ്രൈവസി ഏരിയ. ഈ എൻ്റയർ വീടിനെ നമ്മൾ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഫോർമൽ ലിവിംഗ് ആണ്. ഈവൻ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ വെൽക്കം ചെയ്തിരിക്കുന്ന ഫോർമൽ ലിവിംഗ്, അവർക്കുള്ള ഒരു ഗസ്റ്റ് ബെഡ്റൂമും അവിടെ വരുന്നുണ്ട്. പിന്നെ ഡൈനിങ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ ഡൈനിങ് ആണ്.
ഇവൻ ഗസ്റ്റുകളാണ് ഇവിടുന്ന് കഴിക്കുന്നത്. നമ്മൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എടുത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ഒരു പ്രൈവസി സ്പേസ് ആയിട്ട് വരാം. അവിടെ നമ്മളൊരു ഫാമിലി ലിവിംഗ് പ്രൈവസി സെറ്റ് ചെയ്തിരിക്കും. മീൻസ് എന്നാൽ അവർക്ക് ഭയങ്കര ഒരു എൻക്ലോഷർ ആയിട്ട് അടച്ചു കെട്ടി മൂടാത്ത രീതിയിൽ എന്നാൽ ഓപ്പൺ ആയിട്ട് ആ ഒരു സ്പേഷ്യസ്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അതും ഈ പറഞ്ഞ ബയോഫ്ലിക്കിന്റെ ഒരു പാർട്ടാണ്. അതായത് സ്പേഷ്യസ്നെസ് കിട്ടുക എന്നുള്ളത്. പിന്നെ ഇതിലെ എടുത്തു പറയേണ്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ സെൻട്രൽ കോർട്ട്യാർഡാണ്. ഈ കോർട്ട്യാർഡിനകത്ത് നേരത്തെ ഇത് വീട് പണിയുന്ന സമയത്ത് ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതെ അതെ. ആ മാവ് മാറ്റിയിട്ടാണ് നിങ്ങളിപ്പോ ഒരു ചെടി വെച്ചിരിക്കുന്നത്. സംഭവം പൂർണ്ണമായിട്ടും വളർന്ന് മുകളിൽ എത്തുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണ ഭംഗി കിട്ടുക. അതെ അതെ അതെ. ഇത് ഓപ്പൺ ടു സ്കൈ ആണല്ലോ അല്ലേ? അതെ അതെ. മഴവെള്ളം വീഴും. ഇപ്പോൾ മഴ പെയ്ത് വെള്ളം വീണ് കിടക്കും. ആക്ച്വലി നമ്മൾ ഈ ഒരു കോർട്ട്യാർഡിന്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയുന്നത് നേരത്തെ ഒരു മാവ് ഉണ്ടായിരുന്നു. ആ മാവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ മുഴുവനും ലേഔട്ട് ഈ ഒരു രീതിയിൽ വന്നതും. പിന്നീട് നമുക്ക് അതിന്റെ ഹെൽത്ത് ഓക്കെ അല്ലാന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ നമ്മൾ റിമൂവ് ചെയ്തത്. അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ സമയത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോർട്ട്യാർഡ് എന്ന് പറയുന്നത് നമ്മൾ വെസ്റ്റ് ആണ് കോർട്ട്യാർഡ് ഫേസ് ചെയ്യുന്നത്. അപ്പം കോർട്ട്യാർഡിൽ നിന്ന് ആ വെസ്റ്റ് സൈഡിൽ നമ്മൾ ജാലീസ് ബയോഫിലിക്കിന്റെ പാർട്ടായിട്ടാണ്, അതായത് നേച്ചർ അനലോഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നേച്ചർ പാറ്റേൺസുകൾ, നേച്ചർ ടെക്സ്ചർ, ഫിനിഷസുകളൊക്കെയാണ്. അപ്പോൾ അതിനെ നമ്മൾ മിമിക് ചെയ്യുക, അതിനെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹണികോം പാറ്റേൺ, ഇത് FRP ജാളിയാണ്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മളിവിടെ ജാളിയായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വെസ്റ്റ് പടിഞ്ഞാറെന്നുള്ള കാറ്റ് നല്ല രീതിക്ക് വീടിനകത്തേക്ക് ഈ ഒരു C ഷേപ്പ് പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതെ അതെ. സാധാരണ ജാളിയല്ല, അല്ലല്ല, FRP ജാളിയാണ്. അതൊരു ഷീറ്റായിട്ടായിരിക്കും അവൈലബിൾ ആവുക. അതെ അതെ. അപ്പോൾ അത് ആക്ച്വലി മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ട് അവർ നമ്മൾ പിന്നെ ഇവിടുത്തെ ഈ പാറ്റേണിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നമ്മളെ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് ആ രീതിയിൽ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഓക്കെ, അതും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. കാര്യം ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കോറാണ്, ഒരു എനർജിയാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ചെടികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ചെടികളുടെ ഇൻവോൾവ്മെന്റ് മൊത്തം ഷാൻ ഇവിടെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സക്സസ്. അപ്പൊ ഈ ഡൈനിങ് സ്പേസിലേക്ക് വന്നു. ഡൈനിങ് സ്പേസ് ഇവിടെ ഒരു ഗ്ലാസ് ഫ്രെയിം കൊടുത്തിട്ട് ഓപ്പൺ പുറത്തോട്ടുള്ള ആക്സസ് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഡെക്കോർ ഐറ്റംസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധാരണ ഇപ്പം ഇത് പ്ലൈവുഡ് മൈക്കയിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചറിലുള്ള ഫ്രെയിംസുകൾ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് സുലഭമായിട്ട് അവൈലബിൾ ആണ്. അതിന് കോസ്റ്റും കുറവാണ്. എന്താണ് ഷാൻ അതിനെ പറ്റിയുള്ള അഭിപ്രായം? ആക്ച്വലി അത് ഒരു ഡിസൈനിന് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഓരോ മെറ്റീരിയൽ ആയാലും കാര്യങ്ങളും ചൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് കൂടുതലും ഒരു വുഡൻ ടെക്സ്ചറുകൾ, കുറച്ചും കൂടെ ആ ഒരു എലമെന്റുകൾ വരിക എന്നുള്ളതായിരുന്നു നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഒരു പ്രീമിയം മൈക്കയാണ്, നിയർലി ഒരു വിനീർ ഫിനിഷ് കിട്ടുന്ന ഒരു മൈക്കയാണ്. അപ്പോൾ ആ ഒരു ഗ്രെയിൻസ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസൈനിൽ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. അതെ. ഇനി ഇവിടെയാണ് നമ്മുടെ ഫാമിലി ലിവിംഗ്. നിങ്ങൾ പറഞ്ഞ ആ ഒരു എന്താ പറയാ, അവരുടെ പ്രൈവസി സ്പേസ്, ഫാമിലിയുടെ പ്രൈവസി സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു TV സ്പേസും പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ട് ഈ എന്താ പറയാ ഓപ്പൺ ടു നമ്മുടെ കോർട്ട്യാർഡ് അല്ലേ. ഇപ്പൊ അവരുടെ ഒരു ഗസ്റ്റും ടീമും ഒക്കെ വന്നാൽ, ഒരു ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വന്നാൽ അവർക്ക് ചെലവഴിക്കാൻ ഒരു സ്പേസും, അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള സ്പേസ് 100% അവരുടെ പ്രൈവസിക്കും കൊടുത്തു. എന്നാൽ ഗ്രീനറി എഫക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് അതിനൊരു ആ ഒരു തീം കൊണ്ടുവരാനും ഷാന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ വന്ന് ചെയ്ത ഈ ഒരു ലിവിംഗ് സ്പേസ് ഇങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യാനുണ്ടായ ഒരു കാരണം? ആക്ച്വലി ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ 2 രീതിയിൽ ലിവിങ് സ്പേസ് എടുത്തല്ലോ. അപ്പം ഇപ്പോൾ TV കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫാമിലി എപ്പോഴും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ലിവിങ്ങിലായിരിക്കും, കുട്ടികളൊക്കെ ആണെങ്കിൽ. അതുപോലെ തന്നെ എപ്പോഴും വീട്ടിൽ ആക്റ്റീവായിട്ടുള്ള സ്പേസാണ് കിച്ചൺ എന്ന് പറയുന്നത്. ബെഡ്റൂംസ് എന്ന് പറയുന്നത് നമ്മൾ നൈറ്റിലേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം കിച്ചണും ലിവിങ്ങും അടുത്ത് വരിക എന്ന് പറയുന്നത് വീടിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഒരു കോർ സ്പേസാണ്. അപ്പോൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ കോറായിട്ടുള്ള ആ കിച്ചണിനെയും ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയും ലിവിങ്ങിനെയും കൂടെ ഒരുമിച്ച് കമ്പൈൻഡ് ആക്കി നമ്മൾ കൊണ്ടുവന്ന് കാരണം എപ്പോഴും ഈ ഒരു പോർഷൻ ആയിരിക്കും വീട്ടിൽ ലൈവായിട്ട്, അതായത് ആക്റ്റീവായിട്ട് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു സ്പേസിലേക്ക് ഡിസൈൻ ചെയ്തപ്പോൾ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു കുറച്ച് ഫണ്ണായിട്ട് അല്ലെങ്കിൽ ഒരു വേറെ യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ വരണമെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെപ്പറേഷനുള്ള രീതിയിൽ നമ്മളിവിടെ ഒരു ടൈലിൻ്റെ ഒരു ഫിനിഷസ് മൊറോക്കൻ സ്റ്റൈൽസ് കൊണ്ടുവന്നു. ഒപ്പം തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റോൺ വീനർ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസൈനിന്റെ എലമെന്റ് ആയിട്ട് കൂടി ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ബയോഫിലിക്കിന്റെ പാർട്ടാണ്. പിന്നെ ഇതിന്റെ സീലിംഗ്സ് എല്ലാം ജിപ്സം സീലിംഗ് ആണോ ചെയ്തിരിക്കുന്നത്? സീലിംഗ്സ് ആക്ച്വലി കുറച്ച് പോർഷൻസിലേ വരുന്നുള്ളൂ. അപ്പം അത് ജിപ്സം സീലിംഗ് തന്നെയാണ്. പക്ഷെ നമ്മളതെല്ലാം കർവ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കട്ടാൻ ഷാർപ്പായിട്ട് നമുക്ക് സീലിംഗ്സുകൾ ഇല്ല, എല്ലാം കർവ്ഡ് ആണ്. അതും നമ്മുടെ ഈ ബയോഫിലിക്സിന്റെ പ്രിൻസിപ്പിളിനകത്തുള്ളതാണ്. ഈവൻ ഫർണിച്ചറുകളാണെങ്കിലും നമുക്ക് കൊടുത്തേക്കുന്ന ഫർണിച്ചറുകളൊക്കെ
എല്ലായിടത്തും ഒരു കർവ് കാണാൻ സാധിക്കും. നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ബയോഫിലിക് ഡിസൈൻ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കും, അല്ല ChatGPT ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിന്റെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. കിച്ചൺ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഉമ്മ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇതിന്റെ വർക്ക് ഏരിയ കിച്ചൺ വേറെ ഉണ്ട്, ഷോ കിച്ചൺ എന്നുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷെ ഇവിടെയാണ് അവരുടെ ലൈവ് ആക്ടിവിറ്റി. നമ്മൾ ചെയ്യുന്നോണ്ട് ഇതെല്ലാം ഇവിടെ എടുത്ത് മാറ്റി ഒരു ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ലൈവ് ആണ്. ഈ വീട് വെച്ചിട്ട് 1 വർഷം കഴിഞ്ഞു കേട്ടോ. 1 വർഷം കഴിഞ്ഞിട്ടുള്ള വീടാണിത്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയും ക്വാളിറ്റിയിൽ ഈ സംഭവങ്ങളെല്ലാം നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പോയിന്റ് ആണ്. ആ ഒരു വർക്കിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ 4 സിറ്റിംഗ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തു. പിന്നെ ഈ കിച്ചന്റെ സ്പേസിലേക്ക് വന്നപ്പോ അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു? ക്ലയന്റിന്റെ ഡിമാൻഡ് എന്തായിരുന്നു? ആക്ച്വലി കിച്ചണിലേക്ക് വന്ന സമയത്ത് ക്ലയന്റ് ദുബായ് ബേസ്ഡ് ആണ്. അപ്പോൾ ക്ലയന്റിന്റെ ഫാദറും മദറും ആണ് ഇവിടെ ഉള്ളത്, പിന്നെ ഒരു മകനാണുള്ളത്. അപ്പോൾ അവർക്ക് ഒരു വലിയൊരു ഹ്യൂജ് കിച്ചന്റെ റിക്വയർമെന്റ് വരുന്നില്ല. അപ്പോൾ അവർക്ക് എപ്പോഴും ഫാദറും മദറും മാത്രമേ ഉള്ളൂ, ഒരു ഏജ്ഡ് ആണ്, അവർ മാത്രമേ വീട്ടിൽ ഫുൾ ടൈം ഉള്ളൂ. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും അടുത്തടുത്തിരിക്കുക എന്നുള്ളതാണ് കിച്ചന്റെ ഒരു റിക്വയർമെന്റിലേക്ക് വന്നപ്പോൾ. അതിന് പൂർണ്ണമായിട്ടും പറ്റുന്ന രീതിയിലാണ് ലിവിംഗ് സ്പേസ്, അതായത് ഫാമിലി ലിവിംഗ് സ്പേസ്, അതുപോലെ കിച്ചൺ, ഈ പറഞ്ഞ സംഭവങ്ങൾ എല്ലാമായിട്ട് കണക്റ്റഡ് ആയത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഡൈനിങ് സ്പേസ്, ഫാമിലി ലിവിംഗ്, ഇതിനോട് ചേർത്തിട്ട് നല്ല മനോഹരമായ ഒരു വാഷ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഒരു കോർണറൈസ് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇപ്പൊ പുതിയ വീടുകളിലൊക്കെ ഇത് എൻക്ലോസ്ഡ് ആയിട്ടാണ് വരുന്നത്. എന്താണ് ഷാനിനെ പറ്റിയുള്ള അഭിപ്രായം? ആക്ച്വലി ഇതും നമുക്ക് ഈ ഇവിടെ വീട് ചെയ്തപ്പോൾ മൊത്തത്തിലൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലേഔട്ട് അല്ല ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു ഓപ്പൺ ഒരു ലേഔട്ടാണ്. അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലത്തെ കൺസെപ്റ്റിന്റെ ഭാഗമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട്. ഇത് നമ്മളിവിടെ വാഷ് ബേസിനും ഒരു ഡിസൈൻ എലമെന്റ് ആക്കിയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഏത് പ്രോഡക്റ്റ്, വീടിൻ്റെ ഏത് എലമെന്റ് നോക്കിയാലും നമ്മൾ കസ്റ്റം ഡിസൈൻ ചെയ്ത്, അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ ആവട്ടെ, ഫർണിച്ചറുകളാവട്ടെ, എല്ലാം കസ്റ്റം ഡിസൈനുമാണ്. ഒപ്പം തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇത് ആണെങ്കിലും നമുക്കൊരു ഓർഗാനിക് ഷേപ്പ് നമുക്ക് ഈവൻ ടാപ്പിൽ വരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ആർക്കിടെക്ചർ വീടിന്റെ ഡിസൈനിങ് വേണം എന്ന് പറയുന്നത് കാര്യം. ഒരു ഐഡിയ ക്ലയന്റ് പറയുന്നു, ആ ഐഡിയ എന്ത് ടൈപ്പ് വീട്ടിലാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് ആ തീരുമാനിക്കുന്ന അനുസരിച്ചിട്ട് ആ കോൺസെപ്റ്റുകളെ ഡിസൈൻ ചെയ്യുന്നു. അങ്ങനെ പല ഡിസൈനുകൾ ഉണ്ടാക്കുന്നു. അതാണ് ഒരു ആർക്കിടെക്ചറിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് താങ്കൾ വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു വെറൈറ്റി സാധനം ഈ സ്റ്റെപ്പാണ്. അതായത് പൂർണ്ണമായിട്ട് സ്ട്രക്ചറിലാണ് ഈ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം 8 mm തിക്നെസ് ഉള്ള ഫ്ലാറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫ്ലാറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റിംഗ് വളരെ സിമ്പിൾ ആയിട്ട്, വളരെ എന്താ പറയാ, സ്പെസിഫിക് ആയിട്ട് 2 സൈഡിലും എൻക്ലോസ്ഡ് ആയിട്ട് തന്നെ ചെയ്തിട്ട് അതിന്റെ മുകളിൽ വുഡ് ക്ലാഡ് ചെയ്തു. പിന്നെ ഷാനോട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഇന്നത്തെ നമ്മൾ ഓൾമോസ്റ്റ് വീടുകളിലെല്ലാം തന്നെ ലിവിംഗ് സ്പേസ്, അതായത് ഫാമിലി ലിവിംഗും അതുപോലെ ഫോർമൽ ലിവിംഗും, ഈ 2 ടൈപ്പ് ലിവിംഗ് ഉണ്ട്. ചില വീടുകളിൽ ബഡ്ജറ്റ് കുറയണം എന്നുള്ളിടത്ത് ഫോർമൽ ലിവിംഗും ഫാമിലി ലിവിംഗും കൂടെ മെർജ് ചെയ്ത് ഒന്നാക്കും. ചില വീടുകളിൽ 2 ആക്കും. ഇതില് 2 ആക്കുന്നതാണോ ഒറ്റ ലിവിംഗ് ആണോ ഏറ്റവും ബെറ്റർ? നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ്. എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ മെയിനായിട്ട് ഒരു ക്ലയൻറ്റ്, നമ്മളൊരു ഡിസൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് ക്ലയൻറ്റിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കും. അപ്പോൾ ചില ക്ലയൻറ്റുകൾക്ക് കുറച്ചുകൂടെ പ്രൈവസി വേണം, ചില ക്ലയൻറ്റുകൾക്ക് അത് അത്ര കൺസേൺ അല്ലാത്ത ആൾക്കാരുണ്ട്. ചിലർക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഭയങ്കര കണക്ഷൻസ് ഉള്ള ആൾക്കാർ കാണും. അപ്പം വീട്ടിലേക്ക് ഡെയിലി വിസിറ്റേഴ്സിൻ്റെ അളവൊക്കെ കൂടുതൽ, അങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫാമിലിക്ക്, ഇപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകൾ അവർ TV കാണും, അല്ലെങ്കിൽ അവരുടേതായ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് അവർക്ക് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അവർ അടുക്കളയിലോട്ടോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ റൂമിലേക്കോ മാറേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 2 സ്പേസ് ഉണ്ടെങ്കിൽ, അത് നമുക്ക് സൈസിൽ ഈവൻ നമുക്ക് വലിയൊരു ഹാളായിട്ട് വേണമെന്നില്ല. നമ്മൾ യൂഷ്വലി സിറ്റ് ഔട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഫംഗ്ഷനാണ്, അതിനെ നമ്മളൊരു ഫോർമലായിട്ട് അകത്തോട്ട് കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് പോയിട്ട്. അതായത് സിറ്റ് ഔട്ടിന്റെ വലിപ്പം കുറച്ചിട്ട് ആ സിറ്റ് ഔട്ടിന്റെ സ്പേസ് ഫോർമൽ ലിവിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ മെർജ് ചെയ്യിക്കാൻ പറ്റും. അവിടെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഉണ്ടാവും. അതെ. അത് വലുതാവണമെന്നില്ല. അപ്പോൾ ക്ലയന്റിന് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ വലിയൊരു വിസിറ്റർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഒരു 3 സീറ്റർ അല്ലെങ്കിൽ 4 സീറ്റർ സ്പേസ് ആയാലും മതി. മീൻസ് വീട്ടിനകത്തുള്ള ആ ഒരു റിതം നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിന്റെ ഒരു വ്യക്തമായ ഉത്തരം. ഒരു നല്ലൊരു ഐഡിയ ആണ് അദ്ദേഹം പറഞ്ഞത്. റൂഫിംഗ് ഷീറ്റ് വാങ്ങാൻ പോകുമ്പോൾ VGCBനെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ നിനക്ക് പണിയിടും. ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡുകളോടൊപ്പം VGCBനെ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 35 വർഷങ്ങളായി. ഒറിജിനലെ ഇവിടെ കിട്ടും. ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ VGC ബീന കായംകുളം.
അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടക്കുകയാണ്. ഇതാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് മുകളിലാണ്. അതിനൊരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛനും അമ്മയും താഴെ താമസിക്കുന്നു, അവർക്ക് മുകളിലോട്ട് വരുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് മക്കൾക്ക് മുകളില് മാസ്റ്റർ ബെഡ്റൂം, അദ്ദേഹത്തിന്റെ ക്ലയന്റിന്റെ മാസ്റ്റർ ബെഡ്റൂം മുകളിലേക്ക് ആക്കി. എന്തായിരുന്നു താങ്കള്, ഞാൻ ചോദിച്ചായിരുന്നു ഇവിടുത്തെ ഓൾമോസ്റ്റ് ഓരോ റൂംസിന്റെ സൈസ് ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് സൈസ് ഒന്നും ഇല്ല ചേട്ടാ, എല്ലാം നമ്മുടെ ഡിസൈനിങ്ങിനനുസരിച്ച് ഓരോ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഞാൻ സൈസ് ഡിസൈൻ ചെയ്തത്. എന്തായിരുന്നു ആ ഒരു പോയിന്റ്? ഈ ഒരു ബെഡ്റൂം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പം ക്ലയന്റിന് ഒരു ബാൽക്കണി വേണമെന്ന് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബാൽക്കണി സ്പേസ് ഇപ്പോൾ ഈ മെയിൻ ഇപ്പോൾ അത് കിഡ്സ് റൂമാണ്, ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇപ്പോൾ എല്ലാ റൂമും നമ്മൾ നേരെ നമ്മുടെ കോർട്ട്യാർഡിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇനി സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിപ്പോൾ ലേഔട്ട് എപ്പോഴും ഡോറ് തുറന്ന് കയറുമ്പോൾ ബെഡിൻ്റെ ലെഗ് സൈഡിലേക്ക് വരാതിരിക്കലാണ് എപ്പോഴും ഒരു നല്ല ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലേഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു റൂം വരച്ചിട്ട് അതിനകത്ത് പിന്നെ ഫർണിച്ചർ ഇടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫർണിച്ചർ ഇടാൻ നേരമായിരിക്കും വിൻഡോ അവിടെ വന്നു, അതിൻ്റെ പുറയിൽ ഇടണമല്ലോ, അല്ലെങ്കിൽ മുമ്പിലുണ്ടോ, അങ്ങനെയുള്ള കൺസേണുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ ചെയ്തത് ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ലേഔട്ട് കീപ്പ് ചെയ്തതിനു ശേഷം ഈ ഒരു ഫുൾ ഒരു വിനീർ പാനലിംഗ് നമ്മൾ കൊടുത്തു. ആക്ച്വലി ഇതൊരു വാർഡ്രോബാണ്. ഇതിന്റെ ബാക്കിൽ നമുക്ക് ഒരു വാക്കിംഗ് ക്ലോസറ്റ് ഉണ്ട്. അപ്പം എൻ്റയർലി ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ബെഡും ബെഡിന്റെ സറൗണ്ടിങ് വാക്കിംഗ് സ്പേസും മാത്രമാണ്. അപ്പം ഒരു റൂമിന്റെ സ്പേഷ്യസ്നെസ് നമ്മൾ അവിടുത്തെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ അസൈൻ ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പം ഈ ഒരു സ്പേസ്, ഈ റൂമിന്റെ സ്പേസ് എങ്ങനെ ക്രിയേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ഇട്ടു, ബെഡിന് 3 ചുറ്റും വാക്കിംഗ് സ്പേസ് കൊടുത്തു, അതിനുശേഷം വാർഡ്രോബിന്റെ സ്പേസ് കൊടുത്തു, അതിനുശേഷം വാക്കിംഗ് ക്ലോസറ്റിന്റെ സ്പേസ് കൊടുത്തു. അപ്പം നോർമലായിട്ട് ഒരു റൂമിന്റെ അളവ് തന്നെ ഫോമായി. അടിപൊളി. ഓക്കെ, വീടിന്റെ ബെഡ്റൂംസ് പല ആൾക്കാരും ഡിസൈൻ ചെയ്യുന്നതിനകത്ത് ചിലടത്ത് കൊണ്ടൊന്ന് കൺജസ്റ്റഡ് ആക്കി ചെറുതാക്കി അങ്ങ് മാറ്റുക ചെയ്യുന്നത്. ഇവിടെ അതിമനോഹരമായ ഒരു ഒരു വളരെ വളരെ എന്താ പറയാ, വളരെ പ്രാക്ടിക്കൽ അപ്രോച്ച്. അപ്പം ഇവിടെ വാർഡ്രോബ്സ് കൊടുത്തു, അവിടെ ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തു, അതിന്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ബെഡും ഡീറ്റെയിൽസ് എല്ലാം വന്നു. ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. കൃത്യമായ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ട്, ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓപ്പൺ ടു കോർട്ട്യാർഡുമാണ്. സൂപ്പർ. ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ ബാത്റൂം കാണാം. ബാത്റൂം എന്ന് പറയുന്നത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു കോർട്ട്യാർഡ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, സ്കൈലൈറ്റും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഉള്ള പുതിയ എല്ലാ ബാത്റൂംസിലും ഈ പറയുന്ന ബാത്റൂംസിനകത്തൊരു കോർട്ട്യാർഡ് സ്പേസ് കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ മനോഹരമാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞു. പിന്നെ അതിന്റെ പ്രൈവസി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഓപ്പൺ ടു സ്കൈ എന്നുള്ളത് ഗ്ലാസ് ഇട്ടിട്ട് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം ഇല്ല എന്ന് തന്നെ പറയാം. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ജാക്കൂസി കൊടുത്തിട്ടുണ്ട്. ഈ ജാക്കൂസി എന്ന് പറയുന്ന സാധനം ഇപ്പം ഇവിടെ ഒരു 1 year ആയി അവര് വളരെ മെയിൻറ്റൈൻഡ് ആയത് കൊണ്ട് ഇത് ഓക്കെ. ഈ സാധാരണ സ്ഥലങ്ങളിൽ ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുന്നതിനോട് ഷാന്റെ അഭിപ്രായം? അല്ല, ആക്ച്വലി അത് ഈ പറഞ്ഞ ഒരു സബ്ജക്റ്റീവാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ മനസ്സിലാക്കിയത് പുള്ളിക്ക് കുറച്ച് വർക്ക് ലോഡുള്ള ഒരു പ്രൊഫഷനാണ് പുള്ളി ചെയ്യുന്നത്. മേ ബി കാരണം ബെഡ്റൂമിൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞ സമയത്തും അദ്ദേഹത്തിന് ഇവിടെ നാട്ടിൽ വന്നാൽ പോലും ഇവിടെ നിന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ടൊരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബാത്ത് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർക്ക് റിക്വയർമെൻറ്റ്സ് വരുന്നത്. ഇപ്പോൾ അവർക്ക് അത്രയും ലോഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവണം. എന്നാലേ അവർക്ക് പ്രൊഫഷനിൽ എക്സൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരാൾക്ക് ജക്കൂസി വേണമെന്ന് പറയുന്നതിനകത്ത് നമുക്ക് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചുരുക്കാം, ആ കോസ്റ്റ് ഒക്കെ വെറുതെ നമുക്ക് കട്ട് ചെയ്യാം. കാരണം എന്താ പറയാ, നമ്മള് പ്രൊഫഷണലിലായാലും ബിസിനസ്സിലായാലും ജോബിലായാലും നമ്മളുടെ പവർ, നമ്മളുടെ ത്രൂ ഔട്ട് നമ്മളുടെ എല്ലാ എനർജിയും പുറത്തു വരണമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നാണ് നമ്മൾ എല്ലാ ദിവസവും പോകുന്നത്. ആ ഒരു സ്പേസിൽ പോസിറ്റിവിറ്റി ഇല്ല എങ്കിൽ 100% ഉണ്ടാവില്ല. അതാണ്. അപ്പം ഷാൻ, ഇത് എന്താണ് സംഭവം? ഇത് നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ റിംഗ് പോലെ കാണുന്നുണ്ട്. അത് പക്ഷെ നല്ല രസമാണ് വെളിയിൽ നോക്കുമ്പോൾ ഈ ഒരു എലമെന്റ്. ഇവിടെ എയർ പാസേജിന് വേണ്ടിയുള്ള പ്രൊവിഷൻ ആക്ച്വലി നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. കോർട്ട്യാർഡ് നമ്മൾ എയർ റിസീവ് ചെയ്യാന്ന് പറയുന്നുണ്ട്. എയർ എപ്പോഴും ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു എൻട്രിയും വേണം, ഒരു എക്സിറ്റും വേണം. നമ്മളിവിടെ ഈ ഒരു സംഭവം ഇത്രയും ഒരു വിൻഡോസ് പ്രൊവൈഡ് ചെയ്ത സമയത്ത് പ്രൈവസി നമുക്ക് വേണം. അപ്പോൾ ആ പ്രൈവസി ബ്ലോക്ക് ആവാതെ തന്നെ നമുക്കൊരു വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്തൊരു മെക്കാനിക്കൽ സിസ്റ്റമാണ് ഇത്. നമ്മളൊരു ഷട്ടർ പോലെ ഇത് തുറക്കാനും അടയ്ക്കാനും നമുക്ക് പറ്റും. അപ്പോൾ അത് നമ്മളിങ്ങനെ ഈവനായിട്ട് നമ്മളിവിടെ ആ ഒരു വെന്റിലേഷൻ. ഇപ്പോൾ ഇത് ഫുൾ ടൈം അവർ തുറന്നിട്ടേക്കാണ്. അപ്പം ഈ എയർ പാസേജ്
ഫുൾ ടൈം മുകളിൽ കൂടെ ഒരു പാസീവായിട്ടുള്ള എയർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കോർട്ട്യാർഡ് കൊടുത്ത് കോർട്ട്യാർഡിൽ നിന്ന് എയറിനെ സക്ക് ചെയ്ത് മുകളിലൂടെ ചൂട് എയർ പുറത്തോട്ട് പോകാനായിട്ട് വീടുകളിൽ പല വീടുകളിലും കോർട്ട്യാർഡ് താഴെയുള്ള വീടുകളിലും മുകളിൽ ചൂട് ഭയങ്കരമായിട്ടുണ്ട്. കാരണം ആ മുകളിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് എയർ പുറത്തോട്ട് ചാടാനുള്ള സംവിധാനം ഇല്ലാത്ത ഇതാണ് എന്റെ പ്രൊഫഷൻ അല്ലേ. അതിങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എന്റെ എൻട്രി കൊടുത്താൽ എക്സിറ്റും വേണം. പിന്നെ ഇനി ഇതിന്റെ കിഡ്സ് ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ്. കിഡ്സ് ബെഡ്റൂം എടുത്ത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് കിഡ്സ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളെല്ലാം അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായുള്ള ഒരു ബോക്സിനകത്താണ് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രസമുണ്ട് കേട്ടോ. ഇത് നമ്മളെ വീട്ടിലൊക്കെ ഇപ്പം എന്റെ ചെറുക്കന്റെ കയ്യിലാണെങ്കിൽ ഇതുപോലെ ഒരുപാട് കാറുകളുണ്ട്. പക്ഷെ എല്ലാം ഒരു ഡപ്പയ്ക്കകത്തെടുത്ത് ഇട്ടിരിക്കുക. അത് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്താൽ വളരെ മനോഹരമാണ്. ഇതെല്ലാം ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആണ്, ക്ലയന്റിന്റെ ഒരു തോട്ട് പ്രോസസ് ആണ്. അവർക്ക് ഇതിൽ കൂടുതൽ കാർ അവിടെ ദുബായ് ഇരിപ്പുണ്ടെന്നാ പറയുന്നത്. അതിങ്ങനെ കൊണ്ടുവരണം. അതെ അതെ. പിന്നെ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ബേ വിൻഡോയിൽ നിന്ന് ഡയറക്റ്റ് അവരുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ആക്സസ് ഉണ്ട്. പിന്നെ കോർട്ട്യാർഡിലേക്കും ആക്സസ് ഉണ്ട്. എന്തായിരുന്നു ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് താങ്കളുടെ ഒരു തോട്ട് പ്രോസസ്? മെയിൻ ആയിട്ട് മാസ്റ്റർ ബെഡ്റൂമിന്റെ നേരെ പാരലായിട്ടാണ് കിഡ്സ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവൻ അവർക്കാണെങ്കിലും ഒരു മോണിറ്ററിങ് കാര്യങ്ങളും മാസ്റ്റർ ബെഡ്റൂമിന്റെ അവിടുന്ന് കുട്ടികളെ കിട്ടും. കുട്ടികൾക്കും ഒരു പാരന്റ് തൊട്ട് അടുത്തുണ്ടെന്നുള്ള ഒരു തോട്ട് പ്രോസസ് ഫീൽ കിട്ടും. മാത്രം കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ അല്ലെങ്കിൽ കളിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ബേ വിൻഡോ ഡയറക്ട്ലി കോർട്ട്യാർഡിലേക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു യൂണീക്ക് ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ എയർ ഹോളുകൾ പ്രൊവൈഡ് ചെയ്യുമല്ലോ. ഇപ്പോൾ AC വരുമ്പം യൂഷ്വലി എല്ലാവരും അത് അടക്കിയാലാണ് പതിവ്. നമ്മളിവിടെ അതിനെ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിൽ എല്ലാ ബെഡ്റൂംസിലും ഒരു വെന്റിലേഷൻ സിസ്റ്റം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AC ഉള്ള സമയത്ത് അത് ക്ലോസ് ചെയ്യുക, AC ഇല്ലാത്ത സമയത്ത് അത് ഓപ്പൺ ആക്കാം. എല്ലാവരും ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ AC ഉള്ള റൂമുകളിൽ വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതെ അതെ. ആ സാധനം ഓപ്പൺ ക്ലോസ് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെ. ഓക്കെ. ഇനി ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ ശാലെ, നമ്മുടെ ഇപ്പം ഒരുപാട് ക്ലയൻസ് പുറത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് നാട്ടിൽ വീട് വെക്കുന്ന സമയത്ത് അവരുടെ ലൈഫ് അവരുടെ പ്രൊഫഷണൽ സമയം കംപ്ലീറ്റ് അവരുടെ ജോലി സമയം കംപ്ലീറ്റ് ഒരു കുറെ വർഷങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു നാട്ടിൽ വരുന്നത്. പക്ഷെ അവർ അവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വീടെന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പേരൻസിന് താഴെ പ്രയോറിറ്റി കൊടുത്ത് അദ്ദേഹം ഫാമിലിക്ക് മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അദ്ദേഹം ചൂസ് ചെയ്തൊരു സംഭവമാണ്. അപ്പൊ അത് അതുപോലെ ആയിരിക്കണമല്ലോ അല്ലെ ഓരോ ഡിസൈനും. അങ്ങനെ വരുന്ന ക്ലയൻസിനെ പറ്റി എന്താണ് ഷാന്റെ ഒരു അഭിപ്രായം? അങ്ങനെ ഒരു പുറത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുന്നതിന് എന്താണ് ഷാന്റെ ഒരു അഭിപ്രായം? ആക്ച്വലി അത് അവർ ക്ലയൻറ്റിന് പ്രോപ്പറായിട്ടൊരു വിഷൻ വേണം. അവർ ഫ്യൂച്ചറിലും എങ്ങനെ ആയിരിക്കും അവരുടെ ഒരു ലൈഫ് പാറ്റേൺ എങ്ങനെ ആയിരിക്കും വീട്ടിൽ വരിക എന്നുള്ളതൊരു വിഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും ആർക്കിടെക്റ്റിനോട് അത് തുറന്നു പറയുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇന്നൊക്കെ വേണം, ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനും ഇതാണ് നമ്മൾ പറയുമ്പം അതിനുള്ള ഒരു എക്സാക്ട് റെമഡി നമുക്ക് ആർക്കിടെക്ചറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പം ക്ലയന്റ് പറയാണ് എനിക്ക് ഇതിന് നോർമൽ അമ്യൂണിറ്റീസ് എല്ലാം വേണം, പക്ഷെ ഞാൻ ഇത്ര വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ആർക്കിടെക്ട് ആസ് ആൻ ആർക്കിടെക്ട് നിങ്ങൾ എന്തായിരിക്കും ആ ഒരു വീടിനകത്ത് ആദ്യം അവരോട് പറയുന്ന പോയിന്റ്? യൂഷ്വലി അത് നമുക്കൊരു ക്ലയൻറ്റിൻ്റെ ഒരു നേച്ചറും ക്ലയൻറ്റിൻ്റെ ലൈഫ് പാറ്റേൺ വെച്ചിട്ട് നോക്കുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ക്ലയൻറ്റിന് എന്താണ് ഏറ്റവും നല്ല സജഷൻ എന്നുള്ളത്. യൂഷ്വലി അധികം നമുക്ക് കുറച്ച് ക്ലയൻസുകളുടെയൊക്കെ ഒരു പാറ്റേൺ മനസ്സിലാവുമ്പോൾ ചിലപ്പം 5-6 ബെഡ്റൂംസുകളൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കുട്ടികളൊക്കെ വളരെ ചെറുതായിരിക്കും. അപ്പം അങ്ങനെയുള്ള കേസസുകളിൽ നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് ഫ്യൂച്ചറിൽ എങ്ങനെ ആയിരിക്കും അത് ഫുൾ കംപ്ലീറ്റഡ് ആവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് റിനോവേഷനിൽ കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് റൂമുകൾ പണിയുന്ന രീതിയിൽ ലേഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു കോസ്റ്റ് പെട്ടെന്നുണ്ടാകുന്ന ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയൊരു പോയിന്റാണ് പറയുന്നത്. അതായത് ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോഡുലേഷൻ ഇട്ട് കൊടുക്കണം. പിന്നീട് പൊളിക്കുന്നതിന്റെ ഒരു ലെവലിലേക്ക് പോവാതെ അതാണ് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട. അതെ. ഇനി ഇതെല്ലാം ചെയ്തതിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തത് നിങ്ങളുടെ സ്വന്തം ചേട്ടനാണ്. അതെ. അദ്ദേഹത്തെ നമുക്ക് വീഡിയോയിൽ സാധിക്കും. അതെ. നമസ്കാരം, എന്താണ് പേര്? ഷാലു മുഹമ്മദ്. ചേട്ടനും അനിയൻ ആർക്കിടെക്ട്, ചേട്ടൻ ഇന്റീരിയർ ഡിസൈൻ. ശരിക്കും ഇവിടുത്തെ ഓവറോൾ ഒരു ബഡ്ജറ്റ് ഇന്റീരിയറിന് എത്രയാണെന്ന്? അപ്രോക്സിമേറ്റ് നമുക്കൊരു 35 above ആയിട്ടുണ്ട്. 35 lakhs ടോട്ടലി ഇന്റീരിയറിനായിട്ടുണ്ട്. ഇന്റീരിയർ മീൻസ് എല്ലാം ഇൻക്ലൂഡിംഗ് കർട്ടൻസ് ഉൾപ്പെടെയാണ്? അല്ല, നമ്മളുടെ വർക്കുകൾ വന്ന് മെയിനായിട്ടും വാർഡ്രോബ്സ്, ബെഡ്, കോട്ട്, പിന്നെ കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ സോഫ സാധനങ്ങൾ, അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്ത്. പിന്നെ കൺസ്ട്രക്ഷൻ അപ്രോക്സിമേറ്റ് എല്ലാം കൂടി ഒരു 1 CR അടുത്തായിട്ട്. പിന്നെ ഇതിലും മൊത്തം യൂസ് ചെയ്തിരിക്കുന്ന പ്ലൈവുഡ് എന്ത് ടൈപ്പ് പ്ലൈവുഡ്സ് ആണ്? നമ്മളെല്ലാം BWP 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡ്സാണ് ഫുള്ളി യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്നത് WPC ഹൈ ഡെൻസിറ്റി WPC വിത്ത് അക്രലിക്കാണ് കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്നത്. മൈക്കയാണ് വർക്ക് ഏരിയയിൽ യൂസ് ചെയ്തേക്കുന്നത്.
എല്ലാം കിച്ചൺ വാട്ടർ കണ്ടന്റ് വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ WPC യൂസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല എല്ലാ പ്രോഡക്റ്റിലും നിങ്ങളുടെ ആ ക്വാളിറ്റി ടച്ച് കാണും. താങ്ക് യു. അത് അനിയൻ ആർക്കിടെക്ട് ആയതുകൊണ്ട് ഒന്നിനും കോംപ്രമൈസ് ചെയ്യാത്തതും ഒരു ചലഞ്ച് തന്നെ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. അനിയനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കോംപ്രമൈസ് ഇല്ല, വർക്കിൽ അനിയനില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പം വളരെ നല്ല മനോഹരമായിട്ട് തീർച്ചൊരു വീട്. അത് ഒരുപാട് ഇതുപോലുള്ള വീടുകൾ ചെയ്യാൻ നിങ്ങളുടെ ഗ്രൂപ്പിന് കഴിയട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പം എന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ അനുവദിച്ച ഇദ്ദേഹത്തിൻ്റെ ഓണർക്കും അതുപോലെ എന്നെ വിളിച്ച ഷാനും ഒരുപാട് നന്ദി പറയുന്ന ഈ അവസരത്തിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ വൃത്തിയായിട്ട് ഇതിൻ്റെ ഓരോ കമൻറ്റ്സ്, അദ്ദേഹം ഒരുപാട് ഐഡിയാസ് പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോ വെക്കാനുള്ള. അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ വൃത്തിയായിട്ട് കമൻറ്റ്സ് ഇടുക. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ഇടുക, അല്ല വീഡിയോയുടെ ക്യാപ്ഷൻ വായിച്ചിട്ട് കമൻറ്റ് ഇടാതിരിക്കുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.